ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണായ നമ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇനി ജാലപാദചരിതാണ് പറയുന്നത്. ആര് പറയുന്നു? ഓരോരാള് കഥ പറയലല്ലേ. അതുകൊണ്ട് ആ കഥ നമുക്ക് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാം. ജാലപാദചരിതം. പണ്ട് കുംഭുകം എന്ന സ്ഥലത്ത് ഹരിദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സ്ഥലത്തിന്റെ പേര് വിശേഷം കുംഭുകം. അദ്ദേഹത്തിന് ദേവദത്തൻ എന്നൊരു സുന്ദരനായ പുത്രനും ഉണ്ടായിരുന്നു. യൗവനത്തിളപ്പിൽ അയാൾ ചൂതുകളിയിൽ ഏർപ്പെട്ട് പിതാവ് ഉണ്ടാക്കി വെച്ചിരുന്ന സമ്പത്തൊക്കെ നശിപ്പിച്ചു. സൗന്ദര്യവും ശാപം തന്നെ, യൗവനവും ശാപം തന്നെ. അതുകൊണ്ട് പിതാവ് അയാളെ ഇറക്കി വിട്ടു. അങ്ങനെ ഒരു ചുറ്റി നടന്നൊരു ദിവസം ഒരു ജീർണിച്ച ദേവാലയത്തിലെത്തി. അവിടെ ജാലപാദൻ എന്ന സന്യാസി ജപിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ദേവദത്തൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. സന്യാസിയോട് അയാൾ തന്റെ അവസ്ഥ വിവരിച്ചു. അത് കേട്ട് സന്യാസി പറഞ്ഞു, നീ എന്റെ പരികർമ്മിയായി കൂടിക്കൊള്ളുക. അങ്ങനെ ചെയ്താൽ നിനക്ക് വിദ്യാധര പദവി നേടാം. സൽക്കർമ്മത്തിലൂടെ നിന്റെ സകല ദുരിതങ്ങളും വിട്ടുപോവുകയും ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ഈ ജാലപാദൻ എന്ന മഹർഷി പറഞ്ഞു. അത് കേട്ട് ദേവദത്തൻ ശിഷ്യനായി അവിടെ കൂടി. പിറ്റേ രാത്രി ജാലപാദൻ ദേവദത്തനെയും കൂട്ടി ശ്മശാനത്തിലെത്തി. അവിടെയുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ വെച്ച് പായസം ഉണ്ടാക്കി ദിഗ്ദേവതമാർക്ക് നിവേദിച്ചു. ഇതുപോലെ എല്ലാ രാത്രിയും ദേവദത്തൻ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. അതിനുള്ള ദിവ്യ മന്ത്രവും പഠിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ച് എല്ലാ രാത്രിയും ദേവദത്തൻ ആ വടവൃക്ഷ ചുവട്ടിൽ വെച്ച് പായസം ഉണ്ടാക്കി ദിവ്യമന്ത്രം ജപിച്ച് നിവേദിക്കുക പതിവായി. കുറെ കാലം അങ്ങനെ പിന്നിട്ടു. ഒരു രാത്രി പൂജ നടത്തിക്കൊണ്ടിരിക്കെ വൃക്ഷം രണ്ടായി പിളർന്നു. അതിനുള്ളിൽ നിന്നൊരു ദിവ്യ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ആ ദേവസ്ത്രീ ദേവദത്തനോട് തന്റെ സ്വാമിനിയുടെ ആജ്ഞപ്രകാരം അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞ് അയാളെ ആ വൃക്ഷപ്പിളർപ്പിലേക്ക് ക്ഷണിച്ചു. അങ്ങോട്ട് കടന്നു ചെന്ന് അയാൾ കണ്ടത് എന്താണോ? വലിയൊരു കൊട്ടാരവും അതിനുള്ളിൽ ഇരിക്കുന്ന സുന്ദരിയായ ഒരു കന്യകയെയുമാണ്. ചിരിച്ചുകൊണ്ട് അവൾ ദേവദത്തനെ സ്വാഗതം ചെയ്തു. അസംഭാവ്യമാണെന്ന് തോന്നിക്കുന്ന കഥകളാണ് ഇതിലുള്ളതൊക്കെ. മഹാത്മൻ, ഞാൻ രത്നവർഷൻ എന്ന യക്ഷന്റെ പുത്രി വിദ്യുത് പ്രഭയാണ്. താങ്കളുടെ പൂജയിൽ ഞാൻ പ്രീതയായിരിക്കുന്നു കേട്ടോ. താങ്കളെ ഞാൻ ഭർത്താവായി വരിക്കുകയും ചെയ്യുന്നു. അതിനാണ് വിളിച്ചുകൊണ്ടോ. ഇനിയിപ്പോ ദേവദത്തൻ വിദ്യുത് പ്രഭയെ വിവാഹം കഴിച്ചു. അചിരേണ അവൾ ഗർഭിണിയായി. ഒരു ദിവസം ദേവദത്തന് തന്റെ ഗുരുവായ ജാലപാദനൊന്ന് കാണണമെന്ന് തോന്നി. അയാൾ സന്യാസിയെ ചെന്ന് കണ്ട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ ജാലപാദൻ പറഞ്ഞു, നന്നായി, നീ ഇനിയൊരു കാര്യം കൂടി ചെയ്യണം. തിരികെ ചെന്ന് നിന്റെ ഭാര്യയുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഓ അമ്പമ്പോ, ദേവദത്തൻ ഞെട്ടിപ്പോയില്ലേ. അയാൾ മടങ്ങി വന്ന് വിദ്യുത് പ്രഭയോട് സന്യാസി പറഞ്ഞതെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ സന്തോഷം അങ്ങനെ ചെയ്തു കൊള്ളാൻ സമ്മതിച്ചു. അതുകൊണ്ട് നന്മയുണ്ടാവുമെന്നും പറഞ്ഞു. പക്ഷെ ക്രൂരകർമ്മം ചെയ്യാൻ ബ്രാഹ്മണനായ ദേവദത്തനുണ്ടോ ധൈര്യം? ഉണ്ടായില്ല. അപ്പോൾ അവൾ സ്വയം അത് ചെയ്തു. ഗർഭസ്ഥ ശിശുവിനെ ദേവദത്തന് നൽകിയിട്ട് അവൾ പറഞ്ഞു, വിദ്യാധര പദത്തിലെത്താനുള്ള ദിവ്യനിധി നിങ്ങൾക്ക് ലഭിക്കും. ശാപത്താൽ യക്ഷപുത്രിയായ വിദ്യാധരിയാണ് ഞാൻ. ഈ കർമ്മത്തോടെ എനിക്കും ശാപമോക്ഷമായിരിക്കുന്നു. ഞാൻ വിദ്യാധര ലോകത്തേക്ക് മടങ്ങുകയാണ്. നമുക്കിനവിടെ വെച്ച് കാണാട്ടോ. പ്രകാരം പറഞ്ഞിട്ട് വിദ്യുത് പ്രഭ അപ്രത്യക്ഷയായി. ദേവദത്തൻ ഗർഭപിണ്ഡം ജാലപാദന് കൊണ്ടുവന്നു കൊടുത്തു. സന്യാസി അത് വാങ്ങിയിട്ട് അവനെ ഭൈരവമൂർത്തിയെ പൂജിക്കാൻ പറഞ്ഞയച്ചിട്ട് ആ മാംസപിണ്ഡം വേവിച്ച് തനിയെ മുഴുവൻ ഭക്ഷിച്ചു. ദേവദത്തൻ വന്ന് നോക്കുമ്പോൾ ജാലപാദൻ വിദ്യാധരനായി മാറി ആകാശത്തേക്ക് ഉയർന്നു പോയി. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുന്നു, ഒരു പങ്ക് തനിക്കും തന്നിരുന്നെങ്കിൽ താനും വിദ്യാധരനാകുമായിരുന്നില്ലേ എന്ന് വിചാരിച്ചു. ഇത് ചെയ്യാതെ സ്വാർത്ഥിയായ സന്യാസി തന്നെ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ദേവദത്തൻ സങ്കടപ്പെടുകയും ചെയ്തു. വിദ്യാധരനായി കഴിഞ്ഞെങ്കിലും അയാളോട് പകരം വിട്ടാൻ ഒരു വേതാളത്തിന്റെ സഹായം തേടാൻ ദേവദത്തൻ തീരുമാനിച്ചു. അതാണ് ആ കർമ്മവാസന. അയാൾ ചുടലക്കളത്തിൽ പോയിരുന്ന് പൂജ നടത്തിയ ശേഷം സ്വന്തം മാംസം മറുത്ത് നിവേദിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനനുവദിക്കാതെ വേതാളം പ്രത്യക്ഷപ്പെട്ട് എന്താണതാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദേവദത്തൻ ജാലപാദന്റെ വഞ്ചനയെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ വിദ്യാധര നഗരത്തിൽ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. ഉടനെ വേതാളം അയാളെ എടുത്തതാ കൊണ്ടുപോകുന്നു വിദ്യാധര ലോകത്തേക്ക്. അവിടെ വിദ്യാധര രാജനായി കനകസിംഹാസനത്തിൽ വിലസുന്ന ജാലപാദനെ ദേവദത്തൻ കണ്ടു. വിദ്യുത് പ്രഭയെ സ്വഭാര്യയാക്കാൻ അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷേ ദേവദത്തനെ കണ്ട് അവൾ ഏറെ സന്തോഷിച്ചു. ജാലപാദനാകട്ടെ ദേവദത്തനെ കണ്ട് ഭയന്ന് ബോധം കിട്ടു വീഴുകയും ചെയ്തു. അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചു വീണ വാൾ ദേവദത്തൻ എടുത്തെങ്കിലും ജാലപാദനെ കൊന്നില്ല കേട്ടോ.
ഈ സമയം ശ്രീപാർവതി പ്രത്യക്ഷപ്പെട്ട് ദേവദത്തനെ അനുഗ്രഹിക്കുകയും വിദ്യാധര രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജാലവാദൻ അപ്പോൾ തന്നെ ഭൂമിയിലേക്ക് പതിച്ചു. അയാളുടെ ദിവ്യ സന്നിധിയും നഷ്ടപ്പെട്ടു. ഇപ്രകാരം ബിന്ദുരേഖ ശക്തിദേവനോട് കഥ പറഞ്ഞിട്ട് തുടർന്നു. ഇപ്പോൾ അങ്ങ് ചെയ്യേണ്ടതും ഇതേ സംഗതി തന്നെയാണ്. വേഗം എൻ്റെ ഗർഭപിണ്ഡം പുറത്തെടുക്കുക. അതിനെ അനുകൂലിച്ചപ്പോൾ രസരീതിയും ഉണ്ടായി. പിന്നെ അറച്ചു നിൽക്കാതെ ശക്തിദേവൻ ഗർഭപിണ്ഡം പുറത്തെടുത്തു. അടുത്ത നിമിഷം അതൊരു ജ്വലിക്കുന്ന വാളായി മാറി. ഇത് ആ ഗർഭപിണ്ഡം. അപ്പോൾ ബിന്ദുരേഖ അപ്രത്യക്ഷയുമായി. ഓളെ കാണാൻ പോയി. ശക്തിദേവൻ വാളുമായി ബിന്ദുമതിയോട് സംഭവിച്ചതെല്ലാം വിവരിച്ചു. അത് കേട്ട് അവള് പറഞ്ഞു, കനകപുരിയിലെ വിദ്യാധര രാജാവിന്റെ പുത്രിമാരായ ഞങ്ങൾ 3 സഹോദരിമാർ ശാപഫലമായി മനുഷ്യലോകത്തിൽ പതിച്ചതാണ്. അതിലൊരാൾ വർദ്ധമാനപുരത്തുള്ള രാജകുമാരി കനകരേഖയാണ്. അവൾ ശാപമോചനം കിട്ടി കനകപുരിയിൽ മടങ്ങിയെത്തി. 3ാമത്തെ സഹോദരിയെ ഞാനും ഇപ്പോൾ പഴയ സ്ഥാനത്തെത്തും. മൂത്തവൾ ചന്ദ്രപ്രഭ അവിടെ തന്നെ ഉണ്ട്. അങ്ങ് കണ്ടതുമാണല്ലോ. അങ്ങും വേഗം കനകപുരിയിലെത്തി ഞങ്ങൾ എല്ലാവരെയും വിവാഹം കഴിച്ചാലെന്ന് പറഞ്ഞു 3 നാളിൽ. അതനുസരിച്ച് ശക്തിദേവൻ എന്തു ചെയ്തിരുന്നു? അവളോടൊപ്പം കനകപുരിയിലെത്തി. നിർജീവാവസ്ഥയിൽ കിടന്നിരുന്ന 3 സഹോദരിമാരെയും ചന്ദ്രപ്രഭയും ഉത്സാഹവതികളായി ഒന്നിച്ചു കണ്ടു അയാൾ വളരെ 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 സന്തോഷിച്ചു. പിന്നീട് അവർ വിവാഹം കഴിച്ചു. വിദ്യാധര രാജാവായി ശക്തിവേഗൻ എന്ന പേരിൽ സുഖമായി വസിച്ചു. ഇപ്രകാരം വത്സരാജനായ ഉദയനന്റെ കൊട്ടാരത്തിൽ വെച്ച് വാസവദത്തയുടെയും മന്ത്രിമാരുടെയും സമക്ഷത്തിൽ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശക്തിദേവൻ എന്ന വിദ്യാധര രാജാവ് പറഞ്ഞു. അല്ലയോ മഹാരാജൻ, ധൂർത്തനായി എല്ലാവരാലും വെറുക്കപ്പെട്ട് നടന്നിരുന്ന ശക്തിദേവൻ എന്ന ബ്രാഹ്മണനാണ് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ ശക്തിവേഗൻ എന്ന വിദ്യാധര രാജാവായി വന്നിരിക്കുന്നത്. ഭാവിയിൽ വിദ്യാധര ചക്രവർത്തിയാകാൻ പോകുന്ന അങ്ങയുടെ ഈ സൽപുത്രനെ ഒന്ന് കാണുവാനാണ് ഞാൻ വന്നത്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഇത്രയും പറഞ്ഞ് കൂപ്പകൈകളോട് ശക്തിവേഗൻ ആകാശത്തിലേക്ക് ഉയർന്നുയർന്ന് പോയി. ഇനി മദനകഞ്ചുക അലംബക അത് കലിംഗദത്തന്റെ കഥയാണ് പറയുന്നത്. നരവാഹനദത്തനെ കാണാനും അനുഗ്രഹിക്കാനും അനേകം മഹർഷിമാരും ദിവ്യപുരുഷന്മാരും രാജാക്കന്മാരും എല്ലാം എത്തിക്കൊണ്ടിരുന്നു കേട്ടോ. കുമാരന് 8 വയസ്സ് പൂർത്തിയായി. 2 അമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയും സമപ്രായക്കാരായ ചങ്ങാതിമാരോടൊത്ത് കളിച്ച് ചിരിച്ചും ഒപ്പം വിദ്യാഭ്യസിച്ചും കുമാരൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി തുടർന്നു. ഇക്കാലത്ത് നടന്ന മറ്റൊരു സംഭവം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. തക്ഷശില എന്നൊരു നഗരമുണ്ടായിരുന്നു. വിതസ്ഥാ നദിയുടെ തീരത്ത്. അവിടെ കലിംഗദത്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധമതാനുയായി ആയിരുന്നു. അദ്ദേഹം രാജ്യഭരണം നടത്തുന്നതിന് പുറമെ ജനങ്ങളെ ബുദ്ധമത തത്വങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ നഗരത്തിൽ വിതസ്ഥാദത്തൻ എന്ന പേരാവിധി ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. വായിൽ പിടിക്കാത്ത പേരുകളാണ് വിതസ്ഥാദത്തൻ. അയാൾ നിത്യവും ബുദ്ധമത ഭിക്ഷുക്കളെ പൂജിച്ചും ധർമ്മം വെടിയാതെ വ്യാപാരം നടത്തിയും ആണ് കഴിഞ്ഞിരുന്നത്. അയാൾക്ക് രത്നദത്തൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു. അയാളാകട്ടെ സ്വന്തം പിതാവിനെ വന്ദിക്കാറില്ല എന്ന് മാത്രമല്ല സദാ നിന്ദിക്കുകയും ചെയ്തു പോന്നു. ഇന്നത്തെ കുട്ടികളുടെ മാതിരി തന്നെ. ഒരു ദിവസം പിതാവ് അവനോട് എന്തിനാണ് തന്നെ ഇങ്ങനെ നിന്ദിക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ ബ്രാഹ്മണരെ പൂജിക്കുന്നതിന് പകരം ബുദ്ധഭിക്ഷുക്കളെ പൂജിക്കുന്നതാണ് എന്റെ നിന്ദയ്ക്ക് കാരണമെന്നും ബുദ്ധഭിക്ഷുക്കൾ കള്ളന്മാരാണെന്നും അവൻ പറഞ്ഞു. അത് കേട്ട് അച്ഛൻ പറഞ്ഞു, അഹിംസ പരമോധർമ്മമെന്നും പരോപകാരാർത്ഥമിതം ശരീരമെന്നും ഉദ്ഘോഷിക്കുന്നവരാണ് ബൗദ്ധര്. ഉച്ചനീച ജാതി വ്യവസ്ഥകളൊന്നുമില്ലാതെ എല്ലാവരെയും അവർ ഒരുപോലെ കാണുന്നു. ഇതിലൊക്കെ എന്ത് തെറ്റാണുള്ളത് മകനേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ മകൻ പറയുകയാണ്, പക്ഷെ ആ മകൻ അതൊന്നും സ്വീകാര്യമായില്ല. പുത്രന്റെ ഈ വിപരീത ബുദ്ധിയെ കുറിച്ച് വിതസ്ഥാദത്തൻ രാജാവിനോട് സൂചിപ്പിച്ചു. രാജാവ് അവനെ സഭയിൽ വിളിച്ചു വരുത്തി. ഇവൻ ബുദ്ധമതത്തെ ദുഷിക്കുന്നവനും അഹങ്കാരിയും ദുരാചാരിയുമാണ്. ഇവന്റെ കഴുത്ത് വെട്ടിക്കൊല്ലുക എന്ന് അദ്ദേഹം പുരോഹിതനോട് പറഞ്ഞു. അത് കേട്ട് അവലാതി ബോധിപ്പിച്ച് അവന്റെ അച്ഛനെ നോക്കി. നിങ്ങളുടെ പുത്രനായതുകൊണ്ട് വധശിക്ഷ 2 മാസം നീട്ടിവെക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഭയന്നു പോയ ആ യുവാവുണ്ടല്ലോ തിരികെ വീട്ടിലെത്തിയിട്ടും മരണഭയം മൂലം ആതിരേറെ അനുദിനം ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അവനെ വീണ്ടും രാജസന്നിധിയിൽ എത്തിച്ച സമയത്ത് രാജാവ് ചോദിക്കുകയാണ്, നീ എന്താ ഇത്രയധികം ക്ഷീണിച്ചോയത്? നിനക്ക് നാം ആഹാരം നിഷേധിച്ചിരുന്നില്ലല്ലോ. അപ്പൊ പറയണു, മരണഭയം മൂലമാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തത്. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ഇനിയും എത്ര ദിവസമേ ബാക്കിയുള്ളല്ലോ എന്നോർത്ത് നേറിയാണ് ഞാൻ ഇങ്ങനെ ആയത് മഹാരാജാവി എന്ന് പറഞ്ഞു.
രാജാവിന് വാത്സല്യം തോന്നി. അവന്റെ മറുപടി കേട്ട് മഹാരാജാവ് വാത്സല്യപൂർവ്വം പറഞ്ഞു, കുട്ടിയെ, മരണഭയം എത്ര ഭയാനകമാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ. ഈ മൃത്യുഭയത്തിൽ നിന്ന് മോചനം നേടാനാണ് ബുദ്ധമാർഗം സ്വീകരിക്കുന്നത്. മരണത്തിന് കാരണം ജനനമാണ്. ജനന മരണാദികളില്ലാത്ത നിത്യമുക്തിയെ കുറിച്ചാണ് ബുദ്ധ ഭഗവാൻ പറയുന്നത്. ആ ബുദ്ധന്റെ മാർഗം സ്വീകരിച്ച നിന്റെ പിതാവിനെ നീ നിന്ദിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കുറ്റബോധത്തോടെ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ധർമ്മോപദേശം എന്റെ കണ്ണു തുറപ്പിച്ചു. എനിക്കും മോക്ഷം നേടണം. അതിനുള്ള മാർഗം അവിടുന്ന് തന്നെ കാട്ടിത്തരണം എന്ന് പറയാണ് രാജാവിനോട്. അടുത്ത നഗരോത്സവ ദിനത്തിൽ നീ ഇവിടെ വരണം. അപ്പോൾ നാം അത് പഠിപ്പിച്ചു തരാമെന്ന് രാജാവ് പറയുകയും ചെയ്തു. മഹാരാജാവിന്റെ വാക്ക് കേട്ട് അദ്ദേഹത്തെ വണങ്ങിയിട്ട് അവൻ മടങ്ങിപ്പോന്നു. നഗരോത്സവ ദിവസം അവൻ വീണ്ടും രാജസന്നിധിയിലെത്തി ഒരു പരന്ന പാത്രം നിറയെ എണ്ണ ഒഴിച്ച് അവനെ ഏൽപ്പിച്ചിട്ട് രാജാവ് പറഞ്ഞു, നീ ഈ എണ്ണയുമായി നഗരം മുഴുവൻ ചുറ്റി മടങ്ങി വരണം. ഒരു തുള്ളി എണ്ണ പോലും തുളുമ്പി താഴെ വീഴരുത് കേട്ടോ. വീണാൽ അക്ഷണം നിന്റെ തല താഴെ വീണിട്ടു. അവൻ എണ്ണപാത്രവുമായി നഗരം ചുറ്റി മടങ്ങി വന്നപ്പോൾ രാജാവ് ചോദിച്ചു, നഗരത്തിൽ നീ എന്തൊക്കെ കാഴ്ച കണ്ടു? ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല മഹാരാജാവേ. ഒരു തുള്ളി എണ്ണ താഴെ വീണാൽ എന്റെ തല പോകുമല്ലോ എന്നോർത്ത് ഞാൻ അതുമാത്രമാണ് ശ്രദ്ധിച്ചത് എന്നവൻ മറുപടി പറയുകയും ചെയ്തു. മിടുക്കൻ, ഇത് തന്നെയാണ് മോക്ഷസിദ്ധിക്കും വേണ്ടത്. മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ പരമാത്മാവിനെ മാത്രം ധ്യാനിച്ച് കഴിയുക. അപ്പോൾ നിനക്ക് ലൗകിക വിഷയങ്ങളിൽ നിന്ന് മുക്തനായി സത്യസ്വരൂപത്തെ ദർശിക്കാൻ കഴിയും. അതോടെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന കർമ്മപാശങ്ങളും അറ്റുപോകും. അതോടെ പുനർജന്മമില്ലാത്ത നിത്യമുക്തിയിലേക്ക് നിനക്കെത്താമെന്ന് പറഞ്ഞു. ആ യുവാവ് രാജാവിനെ വന്ദിച്ചു മടങ്ങിപ്പോയി. ഇങ്ങനെയാണ് രാജാവ് ബുദ്ധതത്വങ്ങളെ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഉത്തമ ഗുണവതിയായ ഒരു കഥയിലൂടെയാണ് രാജാവ്, ഒരു പ്രവൃത്തിയിലൂടെയാണ് ഈ രാജാവ് ബുദ്ധതത്വം പ്രചരിപ്പിച്ചത് അർത്ഥം. അദ്ദേഹത്തിന് ഉത്തമ ഗുണവതിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. താരാദത്ത എന്ന റാണി എല്ലാ അർത്ഥത്തിലും രാജാവിന് അനുയോജ്യമായിരുന്നു താനും. ഇക്കാലത്ത് ദേവലോകത്തൊരു മഹോത്സവം നടന്നു. ദേവനർത്തകിമാരുടെ നൃത്തമായിരുന്നു പ്രധാന പരിപാടി. നൃത്തവേദിയിൽ സുരഭിദത്ത എന്ന നർത്തകിയെ കാണാനായി ദേവേന്ദ്രൻ ദിവ്യദൃഷ്ടിയാൽ നോക്കി. അപ്പോൾ അവൾ ഉപവനത്തിൽ ഒരു വിദ്യാധരനായ പ്രേമലീലകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടു. സുരഭിദത്ത. ക്ഷുഭിതനായ ദേവേന്ദ്രൻ അവൾ മനുഷ്യസ്ത്രീയായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. മനുഷ്യസ്ത്രീയാണ് ഏറ്റവും നികൃഷ്ടം എന്ന് നമുക്ക് ഈ പല കഥകളിൽ നിന്നും മനസ്സിലാവുന്നല്ലേ. അവിടെ വെച്ച് അയോനിജയായ ഒരു പുത്രിയെ നേടിയ ശേഷം നിനക്ക് വീണ്ടും ദേവലോകത്ത് വരാം എന്ന് ശാപമോക്ഷവും കൊടുത്തു. ഈ ശാപഫലമായി സുരഭിദത്ത പ്രവേശിച്ചത് തക്ഷശിലയിലെ കലിംഗദത്ത രാജാവിന്റെ പത്നിയായ താരാദത്തയുടെ ഗർഭപാത്രത്തിലാണ്. ആ മുഹൂർത്തത്തിൽ ഏതോ ഒരു ജ്വാല തന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതായി റാണിക്ക് തോന്നുകയും ചെയ്തു. ഇക്കാര്യം രാജാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേവി, ദേവാംശജരായ ചിലർ മനുഷ്യരായി ഒന്ന് പിറക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വല്ലതും ആയിരിക്കുമെന്തോ. ത്രിലോകവാസികൾക്കും ശുഭാശുഭ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരിക തന്നെ ചെയ്യും. ഇത് കേട്ട് രാജ്ഞി പറഞ്ഞു, ശരിയാണ്. നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. ഇവര് കഥയിലെ തന്നെ ആൾക്കാരൊക്കെ ഈ രാജ്ഞി കഥ പറയാൻ തുടങ്ങി. പണ്ട് ധർമ്മദത്തൻ എന്നൊരു രാജാവ് കോസല രാജ്യം ഭരിച്ചിരുന്നു പ്രഭു. നാഗശ്രീ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ആ രാജദമ്പതികളുടെ മകളാണ് ഞാൻ. അതാണ് കഥ. ശിശുവായിരിക്കെ ഒരു ദിവസം അമ്മയ്ക്ക് പൂർവ്വജന്മ സ്മരണയുണ്ടായി. അമ്മ അച്ഛനോട് അക്കാര്യം പറഞ്ഞു. ആ സ്മരണകൾ വിശദമാക്കിയാൽ ഉടനെ മരണം സംഭവിക്കും, പറയാതിരിക്കുന്ന ധർമ്മവുമല്ല എന്ന് അമ്മ വിഷമിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ തന്നെ പൂർവ്വജന്മ സ്മരണ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നമുക്കത് അന്യോന്യം പറയാം, പിന്നെ വരുന്നത് വരട്ടെ. ഉടനെ അമ്മ പറയാൻ തുടങ്ങി. കഴിഞ്ഞ ജന്മത്തിൽ ഇതേ നഗരത്തിൽ മാധവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണന്റെ ഇല്ലത്ത് വേലക്കാരിയായിരുന്നു ഞാൻ. ദേവദാസൻ എന്നൊരാളായിരുന്നു എൻ്റെ ഭർത്താവ്. അദ്ദേഹവും ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. ഇരുവരും കഷ്ടപ്പെട്ടൊരു കൊച്ചു വീട്ടിൽ സുഖമായി കഴിഞ്ഞു പോന്നു. ദാനധർമ്മത്തിൽ ഞങ്ങൾ വളരെ സന്തോഷിച്ചിരുന്നു കേട്ടോ. ഭക്ഷണമായാലും വസ്ത്രങ്ങളായാലും ദാനം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതേ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ നാട്ടിൽ വലിയൊരു ക്ഷാമം പടർന്നു. ഞങ്ങൾക്കും അത് അനുഭവിക്കേണ്ടി വന്നു. ആഹാരമില്ലാതെ നീഹാരമില്ലാതെ വളരെ ക്ഷീണിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരിക്കലൊരല്പം ആഹാരം മാത്രം ഉണ്ടായിരുന്നത് ഭക്ഷിക്കാൻ തുടങ്ങിയത് അതിഥിയായ ഒരു ബ്രാഹ്മണൻ കയറി വന്നു. ഒരു മടിയും കൂടാതെ ഞങ്ങളുള്ള ആഹാരം ആ ബ്രാഹ്മണന് സന്തോഷം നൽകി.
അദ്ദേഹം അത് ഭക്ഷിച്ചു സംതൃപ്തനായി ഞങ്ങൾ അനുഗ്രഹിച്ച ശേഷം ഇറങ്ങിപ്പോയി. പക്ഷെ അടുത്ത നിമിഷം എന്റെ ഭർത്താവ് മരിച്ചു. അത് കണ്ട് സഹിക്കാൻ ഞാനും അദ്ദേഹത്തിന് ചിതയിൽ ചാടി മരിച്ചു. ഈ ജന്മത്തിൽ ഞാൻ രാജകുടുംബത്തിൽ ജനിച്ച അങ്ങയുടെ ഭാര്യയായിരിക്കുന്നു. പ്രകാരം അമ്മ പറഞ്ഞത് കേട്ട് അച്ഛൻ പറഞ്ഞു, പ്രിയേ, എന്റെ പൂർവ്വജന്മത്തിലെ ഭർത്താവ് ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അന്നത്തെ ജീവിതചര്യകളെല്ലാം ഞാനിപ്പോൾ നന്നായി ഓർക്കുന്നു. പിന്നെ ഒട്ടും വൈകാതെ ഇരുവരും മരിക്കുകയും ചെയ്തു. അന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എന്നെ എന്റെ മാതൃ സഹോദരിയാണ് വളർത്തിയത്, ചിറ്റമ്മ. ആയുടെ ഒരു മഹർഷി കൊട്ടാരം സന്ദർശിച്ചു. അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ ചെറിയമ്മ എന്നെ നിയോഗിച്ചു. പണ്ട് കുന്തിദേവി ദുർവാസാവിന് എന്നോണം ഞാനും ഭക്തിപൂർവ്വം ആ മഹർഷിയെ ശുശ്രൂഷിച്ചു. അദ്ദേഹം സന്തുഷ്ടനെ എനിക്കൊരു വരം തന്നു. ധർമ്മിഷ്ഠനായ ഒരു രാജാവ് നിനക്ക് ഭർത്താവായി വരും എന്ന്. അത് ശരിയായി. അങ്ങന്റെ ഭർത്താവായതാണ് എന്റെ പുണ്യം. ശരിയാണ് പ്രിയെ, നാം ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് ഫലം സിദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് രാജാവ് ഒരു പുതിയ കഥ പറയാൻ തുടങ്ങുകയാണ്. ആ കഥ നമുക്ക് നാളെ പറയാമെന്ന് തോന്നുന്നു. കഥ തുടങ്ങിയാൽ പൂർത്തിയാക്കാൻ പറ്റൂല, ഒരുപാട് സമയം വേണം കഥ. അതുകൊണ്ട് നമുക്ക് ആ കഥ നാളെ പറയാം. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.